നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിലനിന്ന വിഭാഗമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന RSS എന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ. CPM ഭരണകൂട ഭീകരതയിൽ പ്രതിഷേധിച്ച് ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി കോൺഗ്രസ്. നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. 2 ദിവസമായി നടന്നുവന്ന ഡിസ്കോഴ്സ് ഓഫ് മുസ്ലിം ക്യാമ്പസ് കോൺഫറൻസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിലയുറപ്പിച്ച RSSന്റെ പിൻഗാമികൾ ഇപ്പോഴും രാജ്യം ഭരിച്ച് മുടിപ്പിക്കുകയാണെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 98ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ യുവാക്കളെ സജ്ജരാക്കുമ്പോൾ ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുകയായിരുന്നു സവർക്കറും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും. നരേന്ദ്രമോദിയുടെ കാലത്ത് BJPയും വ്യാജപ്രചാരണങ്ങൾ വഴി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർക്കെതിരെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണിവർ. രാജ്യം ഇതുവരെ നേടിയ നേട്ടങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നത്. സാമ്പത്തിക രംഗം തകർക്കുന്ന നയമാണ് മോദി സർക്കാർ അനുവർത്തിക്കുന്നത്. രാജ്യത്തെ വ്യവസായങ്ങൾ പൂട്ടുന്നു. സർക്കാരിനെ വിമർശിച്ചവരെ ദേശദ്രോഹികളാക്കുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ തരം താഴുന്നു. പ്രതിപക്ഷ MPമാരെ പുറത്താക്കിയത് അതിന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ഗവർണർ RSSന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് KE ഇസ്മായിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വിജയൻ കുനിശ്ശേരി, T സിദ്ധാർത്ഥൻ, സുമലത മോഹൻദാസ്, OK സൈതലവി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, മുഹമ്മദ് മുഹസിൻ MLA എന്നിവർ പ്രസംഗിച്ചു. CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. ആ കൗണ്ടറിലൂടെ പരാതികൾ കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നേരിട്ട് അദ്ദേഹം ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നില്ല. അദ്ദേഹം ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു അപേക്ഷകൾ നൽകുവാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും ഒരു പരാതി കൗണ്ടറിനപ്പുറത്തായി കേരളത്തിലെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കാത്ത സദസ്സായി നവകേരള സദസ്സ് മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കേരള മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5 വിളക്കിന് സമീപം ഇന്ന് രാവിലെ 10 മണിക്ക് നടന്ന ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിന്റെ ധാർഷ്ട്യം മൂലം KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ പിണറായി വിജയൻ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും C ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്രയുടെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്, KSU കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചു വന്നത്. സംസ്ഥാനത്ത് 2ാം വിമോചന സമരം ആലോചിക്കേണ്ട സമയമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. PH മുസ്തഫ, പുത്തൂർ രാമകൃഷ്ണൻ, സിക്തർ മുഹമ്മദ്, അഡ്വക്കേറ്റ് A രമേശ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പുത്തൂർ രമേശ്, SM താഹ, അനിൽ ബാലൻ, നേതാക്കളായ V മോഹനൻ, K ഭവദാസ്, കുപ്പേലൻ, D ഷജിത് കുമാർ, സുഭാഷ് യാക്കര, സത്താർ കൽമണ്ഡപം, നിഖിൽ, മൻസൂർ മണലാഞ്ചേരി, അബു പാലക്കാടൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം. അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞിനു നേരെയാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ വില്ലൂന്നി സ്വദേശിയായ 72കാരനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 5:30 മണിയോടെയായിരുന്നു സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിനെ പ്രതി എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ശേഷം 50 മീറ്ററോളം ദൂരേക്ക് കൊണ്ടുപോയാണ് ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കല്ലുകൊത്തുന്ന പണിക്കാരായി വന്ന കർണാടക സ്വദേശികളായ ദമ്പതികളുടെ 3 വയസ്സുള്ള മകളെയാണ് പീഡിപ്പിച്ചത്. കുട്ടിയെ പീഡിപ്പിച്ച എരുത്തേമ്പതി വില്ലൂന്നി സ്വദേശി കന്ദസ്വാമി കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ പിടിയിലായി. 2 ദിവസമായി GIO കേരള പത്തിരിപ്പാല മൗണ്ട് സീന ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഡിസ്കോഴ്സ് ഓഫ് മുസ്ലിം ക്യാമ്പസ് കോൺഫറൻസിന് സമാപനമായി. അങ്ങനെ പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നത് പോലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിനും സാധിച്ചേ മതിയാകൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. ഈ തിരിച്ചറിവാണ്, ഈ പരിഗണനയാണ്, രക്ഷിതാക്കളുടെ ഈ അർത്ഥത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയാണ്, പുരാഗമന സംഘടനകളെ ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി സ്ഥാപനങ്ങളാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന
പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കൃത്യമായ കരിയർ ഗൈഡൻസിൽ നിന്നാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ എന്നല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശക്തമായ ഒരു പെൺപട എന്ന് ഞാൻ പറയും. മുസ്ലിം സമൂഹത്തിനകത്ത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു വലിയ സ്ത്രീ സമൂഹം വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മെഡിക്കൽ രംഗത്ത് അതുപോലെ തന്നെ. സമാപന സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി കേരള ഹൽഖ അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാം സ്ത്രീക്ക് അടിമത്തമല്ല, മറിച്ച് പരിപൂർണമായ സംരക്ഷണമാണ് നൽകുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ഹൽഖ അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ഇസ്ലാമിക പ്രമാണങ്ങളും ചരിത്രവും ലിംഗനീതിയെക്കുറിച്ചാണ് പറയുന്നത്. തട്ടമിട്ടവരെയും കറുത്ത വസ്ത്രം ധരിക്കുന്നവരെയും ഭീകരവാദികളും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുമായി ചിത്രീകരിക്കുന്നു. എന്നാൽ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ നിന്നടക്കം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന രാജ്യത്തെ പ്രമുഖ കലാലയങ്ങളിൽ നിന്ന് പൗരത്വ പ്രക്ഷോഭം അടക്കമുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം പെൺകുട്ടികളെല്ലാം തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് എല്ലാം സാധിച്ചെടുത്തത്. മതയാഥാസ്ഥികതയ്ക്കും പെണ്ണിനെ പൊന്നു വെച്ച് വിലയിടുന്ന വിവാഹ സംസ്കാരത്തിനുമെതിരെ എഴുന്നേറ്റ് നിൽക്കാനും പുതിയ തലമുറയ്ക്ക് സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GIO സംസ്ഥാന പ്രസിഡന്റ് തമന്ന സുൽത്താന അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചന സമിതി അംഗം ഡോക്ടർ ത്വാഹ മദീനി വിശിഷ്ടാതിഥിയായി. വിശ്വാസത്തിന്റെ കരുത്തുമായി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുന്ന പലസ്തീനിലെ ജനത ഫാസിസ്റ്റ് ഇന്ത്യയിലെ അതിജീവന പോരാട്ടത്തിൽ പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ കാലത്തെ സ്ത്രീയുടെ പുനർവായനയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഷൂറ അംഗം റുക്സാന ഷംസീർ സംസാരിച്ചു. GIO സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഫസീല ടീച്ചർ, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് നവാബ്, പത്തിരിപ്പാല SIO ജില്ലാ പ്രസിഡന്റ് അനീസ് തിരുവിഴ, ഡിസ്കോർസോ മുസ്ലിമ ജനറൽ കൺവീനർ ഷിഫാന എടയൂർ, GIO ജില്ലാ പ്രസിഡന്റ് ഹനാൻ പി നസ്രിൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ, നഫീസ തനുജ, സംസ്ഥാന സെക്രട്ടറിമാരായ ലുലു മർജാൻ, ആയിഷ ഗഫൂർ, സംസ്ഥാന സമിതി അംഗങ്ങളായ മുബഷിറ, ജൽവ മഹറിൻ, നൌർ ഹമീദ്, ഷംന സന്ദുസ്, ഷഫ്ന ഒബി ഹുസ്ന, അഫ്ര ഷിഹാബ്, സഫലീൻ, നിഷാദ് സഫീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എക്സൈസിന്റെ സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ KR അജിത്തും പാർട്ടിയും ടാസ്ക് ഫോഴ്സായ തൃത്താല റേഞ്ച് പാർട്ടിയും പാലക്കാട് IB പാർട്ടിയും സംയുക്തമായി ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. TNSTCയുടെ ബസ്സിൽ 1.19 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഹമ്മദ് മോലിക് മകൻ അക്തർ മോലിക് ആണ് കഞ്ചാവ് കൊണ്ടുവന്നത്. ഇയാൾക്കെതിരെ കേസെടുത്തു. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ബംഗാളിൽ നിന്ന് കോഴിക്കോട് ഭാഗത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന കഞ്ചാവാണ് എക്സൈസ് പിടിച്ചത്. പുതിയ വർഷം മുതൽ KSRTCയിൽ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയായ മലയാളം മാത്രം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ പൂർണ്ണമായും മലയാളമായിരിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഭരണരംഗത്ത് 2022 ലിപി പരിഷ്കരണ നിർദ്ദേശപ്രകാരമുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വെബ് പോർട്ടലിൽ ലഭ്യമാണ് എന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. മലയാളം ദിനപത്രങ്ങൾക്ക് നൽകുന്ന പരസ്യം, ടെൻഡർ തുടങ്ങിയവ പോലും പൂർണ്ണമായും മലയാളത്തിലായിരിക്കണം. ഓഫീസ് മുദ്രകൾ, ഉദ്യോഗസ്ഥരുടെ പേരും ഔദ്യോഗിക പദവികളും അടങ്ങുന്ന തസ്തിക മുദ്രകൾ എന്നിവയും മലയാളത്തിൽ തയ്യാറാക്കണം. ഹാജർ പുസ്തകം, റൂട്ട് രജിസ്റ്ററുകൾ തുടങ്ങി എല്ലാ ഓഫീസ് രജിസ്റ്ററുകളും മലയാളത്തിൽ തയ്യാറാക്കി മലയാളത്തിൽ തന്നെ രേഖപ്പെടുത്തണം. ബസ്സുകളിലെ എല്ലാ ബോർഡുകളും ആദ്യ നേർപകുതി മലയാളത്തിലും രണ്ടാം നേർപകുതി ഇംഗ്ലീഷിലുമായിരിക്കണം. KSRTCയുടെ ഔദ്യോഗിക വാഹനങ്ങളുടെ മുൻവശത്ത് മലയാളത്തിലും പിൻഭാഗത്തെ ഇംഗ്ലീഷിലും ഒരേ വലിപ്പത്തിൽ എഴുതിയ ബോർഡുകൾ സ്ഥാപിക്കണം. ഫയലുകൾ പൂർണ്ണമായും മലയാളത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും പൂർണ്ണമായും മലയാള ഭാഷയിലായിരിക്കേണ്ടതുമാണ്. ന്യൂനപക്ഷ ഭാഷയിൽ കത്തുകളോ കുറിപ്പുകളോ തയ്യാറാക്കുമ്പോൾ അവയുടെ കുറിപ്പ് ഫയൽ മലയാളത്തിലായിരിക്കുകയും വേണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം.
ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്കിപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. ആഘോഷ നിറവിൽ കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ഇടവക. അത് നിർബന്ധമൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അച്ചരണത്തിന് മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ഇടവകാംഗങ്ങളായ മെൽവിൻ ചിറമേൽ, മെൽജോ ചിറമേൽ, സാൻജോ ചിറയത്ത് എന്നീ 3 ഡീക്കന്മാരുടെ വൈദികപ്പെട്ട സ്വീകരണം വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ 9:30 ഇടവക ദേവാലയത്തിൽ പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുപ്പട്ട ശുശ്രൂഷകൾ നടന്നു. പാലക്കാട് രൂപത ബിഷപ്പ് എമരിസ്റ്റ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ സാന്നിധ്യമായി. പാലക്കാട് രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ ഇടവകക്കാരായ 3 പേർ അവരുടെ ഇടവക ദേവാലയത്തിൽ വെച്ച് ഒരുമിച്ച് വൈദികരായി അഭിഷിക്തരാകുന്നത്. ഇടവക വികാരി ഫാദർ ജെയ്മോൻ പള്ളിനീരാക്കലിന്റെയും വിവിധ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് തിരുകർമ്മങ്ങൾ നടന്നത്. മംഗലം ഡാം, വടക്കഞ്ചേരി, മേലാർക്കാട് ഫെറോനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ബോൺ നദാലെ ക്രിസ്മസ് ഘോഷയാത്ര വടക്കഞ്ചേരി ടൗണിനെ ഇളക്കിമറിച്ചു. 500-ലേറെ ക്രിസ്മസ് പാപ്പമാർ വടക്കഞ്ചേരി നഗരത്തെ വലം വെച്ചു. മംഗലപാടത്ത് നിന്ന് തുടങ്ങിയ വാദ്യമേളങ്ങളോടെയുള്ള ഘോഷയാത്ര ഫാദർ ബെനഡിക്ട് വടക്കേക്കര, വടക്കഞ്ചേരി ഫെറോന പ്രതിനിധികളായ ജെറി പൊടിമറ്റത്തിൽ, ഷാജി ചിറയത്ത് എന്നിവർക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്രിസ്മസ് പാപ്പമാർ ഉൾപ്പെട്ട സ്നേഹ സന്ദേശം യാത്ര തങ്കം ജംഗ്ഷനിൽ സംഗമിച്ചു. വടക്കഞ്ചേരി ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുളനൂർ ഉദ്ഘാടനം ചെയ്തു. നിശ്ചല ദൃശ്യങ്ങൾ, കുട്ടികളുടെ ക്രിസ്മസ് സന്ദേശം, കരോൾ ഗാനാലാപനം എന്നിവയും ഉണ്ടായിരുന്നു. തൂതപ്പുഴയോരത്ത് അനധികൃതമായി സൂക്ഷിച്ച മണൽ ശേഖരം പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. പരുതൂർ പഞ്ചായത്തിലെ കാരമ്പത്തൂർ കടവിൽ നിന്നാണ് 200-ലേറെ ചാക്ക് മണൽ ശേഖരം പിടിച്ചെടുത്തത്. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ വ്യാപകമായി മണൽ കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു തൃത്താല SI ഷാജിയുടെ നേതൃത്വത്തിലുള്ള നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന്റെ പരിശോധന. അനധികൃതമായി കടത്താനായി കടവിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മണൽ. പിടിച്ചെടുത്ത മണൽ പോലീസ് പുഴയിലേക്ക് തന്നെ നിക്ഷേപിച്ചു. ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇന്നലെ പുലർച്ചെ 5 കൊഴിഞ്ഞാമ്പാറ ചള്ളപാതയിലാണ് അപകടം. മലപ്പുറത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് സിമന്റ് കയറ്റാൻ പോയ ലോറിയും കൊടൈക്കനാലിൽ പോയി തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 3 യുവാക്കൾക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽ റോഡരികിലുണ്ടായിരുന്ന HT വൈദ്യുതി തൂൺ തകർന്നു. ഇതോടെ കൊഴിഞ്ഞാമ്പാറ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങി. KCB ജീവനക്കാരെത്തി ഇന്നലെ ഉച്ചയോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ? കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ. അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ.
മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ. എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. പ്രേംദീപ് ജ്വൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. വാർത്തകൾ തുടരുന്നു. അക്ഷരങ്ങളുടെ ലോകത്ത് അറിവ് പകർന്ന ഗുരുനാഥന്മാർക്കൊപ്പം 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം വിദ്യാർത്ഥികൾ ഒത്തുകൂടിയപ്പോൾ അതൊരു ചരിത്ര സംഭവമായി. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1985 ബാച്ചിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. 38 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരേ ക്ലാസ് മുറിയിലിരുന്ന സഹപാഠികളുടെയും അക്ഷരം ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും സംഗമം ഹൃദ്യ അനുഭവമായി. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1985 വർഷത്തെ SSLC ബാച്ചിന്റെയും പൂർവ്വ അധ്യാപകരുടെയും സംഗമമാണ് വിദ്യാർത്ഥി കാലത്തെ ഗതകാല സ്മരണകൾ മനസ്സിലുയർത്തിയത്. 38 വർഷത്തെ മാറ്റം കുറച്ചൊന്നുമല്ലെന്ന് ഭൂരിഭാഗം പേരുടെയും മുഖഭാവം വിളിച്ചറിയിച്ചിരുന്നു. പലരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആയിരുന്നുവെങ്കിലും പൂർവ്വ അധ്യാപകർ കുട്ടികളെ എന്ന് നീട്ടി വിളിച്ചപ്പോൾ സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. 1985 ബാച്ചിലെ അംഗം ക്യാപ്റ്റൻ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം പൂർവ്വ പ്രധാന അധ്യാപകൻ M. ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ അധ്യാപകരെ സ്കൂൾ PTA പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാദ്യ സാമ്രാട്ട് അത്താലൂർ ശിവനെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയപാത ചുവട്ടുപാടത്ത് വീണ്ടും മോഷണം. പൂട്ടിക്കിടന്നിരുന്ന വീട് കുത്തിത്തുറന്ന് 10 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും കവർന്നു. ചുവട്ടുപാടം സെന്റിൽ ദേശീയപാതയോട് ചേർന്ന പുതിയടത്ത് ജോജി അബ്രഹാമിന്റെ വീടാണ് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നത്. മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മുറികളിലെ അലമാരകളെല്ലാം വരിച്ചു വാരിയിട്ട നിലയിലാണ്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 പവന്റെ വലിയ മാല ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ജോജി പറഞ്ഞു. ക്രിസ്മസ് ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ജോജിയും കുടുംബവും വീട് പൂട്ടി തൃശൂരിലെ ബന്ധു വീടുകളിലേക്ക് പോയതായിരുന്നു. യാത്ര കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം 3:30 വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത്. വടക്കഞ്ചേരി പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ടിന്റെ മാലകൾ നഷ്ടപ്പെട്ടിട്ടില്ല. ലോക്ക് പൊളിക്കുന്നതിനിടെ വാതിലിനും പൊട്ടലുണ്ടായിട്ടുണ്ട്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. കൽമണ്ഡപം ശേഖരീപുരം ബൈപ്പാസിലെ കൊപ്പം ജംഗ്ഷനിൽ താൽക്കാലികമായി സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിച്ചു. വാഹനം ഇടിച്ചു തകർത്ത് സിഗ്നൽ ഒഴികെ ബാക്കിയുള്ളതാണ് താൽക്കാലികമായി പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. തിരക്കേറിയ ജംഗ്ഷനിൽ അപകടം ഒഴിവാക്കാനാണ് നടപടി. മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനം ഇടിച്ചു തകർത്ത സിഗ്നൽ തൂൺ ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസ്ഥാപിക്കും. ഇതിനുശേഷം പൂർണ്ണതോതിൽ സിഗ്നൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങും. ഇന്നലെ വൈകിട്ടോടെയാണ് താൽക്കാലിക സിഗ്നൽ സംവിധാനം സജ്ജമാക്കിയത്.
അതുവരെ ജംഗ്ഷന് സമീപം റോഡിന്റെ ഇരുവശത്തും സ്പീഡ് ബാരിയർ സ്ഥാപിച്ചു വേഗം നിയന്ത്രിച്ചു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായാണ് നടപടിയെടുത്തത്. കൽമണ്ഡപം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്കൊപ്പം ജംഗ്ഷനിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സിഗ്നൽ അനുസരിച്ച് വേണം പോകാൻ. ഇനി അല്പം ആരോഗ്യം. ശ്വാസകോശത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നാം അല്പം കരുതൽ എടുക്കേണ്ട സമയമാണിത്. നോക്കാം. ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുവഴി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുന്നതിനും പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ചില ഭക്ഷണങ്ങളെ കുറിച്ച് അറിയാം. ആപ്പിൾ പതിവായി കഴിക്കുന്നത് ശ്വാസകോശത്തിന് ഏറെ നല്ലതാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. പുകവലി നിർത്തിയവരിൽ പോലും ഈ ദുശീലം ശ്വാസകോശത്തെ ബാധിക്കുന്നത് തടയാൻ ആപ്പിൾ കഴിക്കുന്ന പതിവ് സഹായിച്ചതായും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ABCDയിലെ ഫുഡ്സിലെ AA-യിൽ ആപ്പിളും ഇതുകൂടാതെ അംല അഥവാ നെല്ലിക്കയുമാണ് അടങ്ങിയിരിക്കുന്നത്. നെല്ലിക്കയും ശ്വാസകോശത്തിന് വളരെ നല്ലതാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. നെല്ലിക്കയിലുള്ള ടാനിസിൻ, പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്, ഗാലിക് ആസിഡ്, വൈറ്റമിൻ C എന്നിവയെല്ലാം ഇതിനെ സഹായിക്കുന്നു. ABCD ഫുഡ്സിൽ അടുത്തതായി B വിഭാഗത്തിൽ ബീട്രൂട്ട്, ബ്രോക്കോളി, ബെൽ പെപ്പർ, ബ്ലാക്ക് സീഡ് എന്നിങ്ങനെ പലതും ഉൾപ്പെടുന്നു. ഇതിൽ ബീട്രൂട്ടും ബ്രോക്കോളിയും ഒക്കെയാണ് കാര്യമായും ശ്വാസകോശ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം ഇവ രണ്ടും അണുബാധകളെ ചെറുക്കുന്നതിനും ശ്വാസകോശാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പല വിധത്തിൽ നമ്മെ സഹായിക്കുന്നു. സിയിൽ പ്രധാനമായി ക്യാരറ്റ്, കാബേജ് എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. ശ്വാസകോശ അർബുദത്തെ വരെ ചെറുക്കുന്നതിന് സഹായകമായിട്ടുള്ള ഭക്ഷണമാണ് ക്യാരറ്റ്. റെഡ് കാബേജ് ആണ് അതുപോലെ ശ്വാസകോശ ആരോഗ്യത്തിനായി കഴിക്കേണ്ടത്. ഡിയിലേക്ക് വരുമ്പോൾ ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് അഥവാ ഇലക്കറികളാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. ചീര, ലെറ്റ്യൂസ് തുടങ്ങിയ ഇലക്കറികളെല്ലാം ഇത്തരത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവ ഒരേ സമയം ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഗുണകരവുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിലനിന്ന വിഭാഗമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന RSS എന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ. CPM ഭരണകൂട ഭീകരതയിൽ പ്രതിഷേധിച്ച് ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി കോൺഗ്രസ്. നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. 2 ദിവസമായി നടന്നുവന്ന ഡിസ്കോഴ്സ് ഓഫ് മുസ്ലിമ ക്യാമ്പസ് കോൺഫറൻസിന് സമാപനമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.